നമ്മുടെ ഈ സൂപ്പർ കൂൾ ഡ്രോണിന്റെ പേരാണ് ജംബോ ജാഗ് ജിങ് ജാങ് ജറ്റാൻ. എന്താണ്? ജംബോ ജെറ്റ് ജിങ് ജാങ് ജട്ടാങ്. ഇത് കണ്ടോ, ഇതാണ് സൂപ്പർസോണിക്, ടർബോട്ടോണിക്, ഫോട്ടോഫോമിക്, അറ്റോമിക്, സൈക്ലോമിക്, നിയോഫോണിക്, സൈക്ലോണിക് ഇലക്ട്രോണിക് ഡ്രോൺ. കണ്ടോ, നിന്റെ ഡ്രോണിന്റെ പേര് NVDC എന്നല്ലേ വെക്കേണ്ടത്? It means വായ് മാത്രമേ ഉള്ളൂ, കാര്യത്തിൽ ഒന്നുമില്ലെന്ന അർത്ഥം. കാരണം ഞങ്ങളുടെ ഡ്രോൺ നിന്റെ ഡ്രോണിനേക്കാളും അടിപൊളിയാണ്, നോക്കിക്കോ. ആണോ? സ്വപ്നം കാണുവാണോടാ? ഗെറ്റ് സെറ്റ് 3, 2 and come on ഗോപു, നിനക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ മാധവ, അടിച്ചു പൊളിക്ക്. Come on ഗോപു, come on. പ്രിൻസിപ്പൽ റൂം ഇപ്പൊ മൊത്തം മോശമായല്ലോ. പുതിയ കാറിൽ ഡെന്റ് വീണ പോലെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ അറിയാതെ പറ്റിപ്പോയ ഒരു ആക്സിഡന്റ് ആണിത്. നിങ്ങളുടെ ഈ സോറി ഒക്കെ കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പൽ അടുത്ത് പോയി പറയ്, അദ്ദേഹത്തിനൊന്ന് മനസ്സിലാവട്ടെ. അദ്ദേഹത്തിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള ബോയ്സ് സ്കൂളിൽ ഈ ഡ്രോൺസ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കമോൺ പപ്പി, ഞങ്ങളുടെ പാവം ജംബോ ജാഗ് ജിങ് ജാങ് ജിച്ചാൻ അവന് 100% നിരപരാധിയാണ്. അവനെ വിട്ടേക്ക് പ്ലീസ്. അതേപോലെ ഞങ്ങളുടെ സൂപ്പർടോണിക്, ടർബോണിക്, സൈക്ലോണിക്, അറ്റോമോണിക്, ന്യൂമോണിക്, ഐക്ലോമോണിക് ഇലക്ട്രോണിക് ഡ്രോൺ ആണിത്. പ്ലീസ് പ്ലീസ് പ്രിൻസിപ്പൽ സാർ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും ശരിക്കും പ്രിൻസിപ്പൽ എടുത്ത് പെടാൻ പോവുകയാണ്. ഈ ഡ്രോൺസ് ഇവിടെ പതുക്കെ വെക്കുന്നതാണ് നല്ലത്. എവിടെ ഒളിച്ചു വെക്കും? ഇതെവിടെ ഒളിച്ചു വെക്കും? കിട്ടിപ്പോയി. പ്രിൻസിപ്പൽ സാറ് റൂമിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ഡ്രോൺസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാ. ഡ്രോൺ എടുത്ത് കളിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആണല്ലോ ജെന്റിൽമാൻ. പറക്കട്ടെ പറക്കട്ടെ, പറന്ന് കളിക്കട്ടെ, മുകളിലോട്ട് പറന്നുയരട്ടെ. പക്ഷേ എല്ലാം സ്കൂളിന് പുറത്തായിരിക്കണം, പുറത്ത് മാത്രം. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സ്കൂൾ. അതേ ലക്കി, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പൽ സാറിന്റെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ആ ഡ്രോൺ ഉണ്ടല്ലോ അത് എടുത്തോണ്ട് വരാം. പതുക്കെ. ഈ പപ്പി എവിടെയാണ് ഡ്രോൺസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അത് കിട്ടുന്നില്ലല്ലോ. അത് കണ്ടെത്താൻ നമ്മൾ പപ്പിയായി മാറിയിട്ട് പപ്പിയെ പോലെ ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ ഞാൻ പപ്പിയാണെങ്കില് ആ ഡ്രോൺ കിട്ടിപ്പോയി. പപ്പിയുണ്ടല്ലോ ഭയങ്കര ആളാ, എവിടെ കൊണ്ടുപോയാ മറച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ദാ കിട്ടിപ്പോയി. എടാ ഇത് കണ്ടോടാ, പ്രിൻസിപ്പൽ സാറിന്റെ കൊച്ചു പ്രായത്തിലെ ഫോട്ടോസ്. ഈ ഹെയർ സ്റ്റൈൽ വളരെ ഇന്നസെന്റ് ആയിട്ടുണ്ടല്ലേ, കോമളിയെ പോലെ ഉണ്ട്. എടാ ഈ ഫോട്ടോയിൽ കാണുന്ന സ്റ്റാച്ചുയുടെ ഈ സ്റ്റാച്ചു എന്ന് വെച്ചാൽ സാറിന് സ്പെഷ്യൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? മാധവ, നമുക്ക് തിരിച്ചു പോയേക്കാം. ഡ്രോൺസിന്റെ പനിഷ്മെന്റ് നീ അങ്ങ് മറന്നേക്ക് മാധവ. ഇനി ആ സ്റ്റാച്ചു പൊട്ടിച്ചതിന്റെ പനിഷ്മെന്റിനെ കുറിച്ച് ആലോചിക്ക്. ആ കാര്യം ആർക്കെങ്കിലും മനസ്സിലായാലല്ലേ? നമ്മള് പൊട്ടിച്ചത് ആരും കണ്ടില്ലല്ലോ. പപ്പി വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഓടിക്കോ. മാധവ്, നീയോ? നീ ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു അല്ലേ? എവിടെ നിൽക്കടാ? പ്രിൻസിപ്പളുടെ ഓഫീസിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണല്ലേ? ഇന്ന് ഈ മാധവിന്റെ കാര്യം പോക്കാണ്. പെട്ടടാ. സ്റ്റാച്ചു പൊട്ടിപ്പോയി, ഗോപാൽ ഓടിപ്പോയി, പപ്പ എന്നെ കണ്ടുപോയി. അതുകൊണ്ട് ഞാനിപ്പോ കുടുങ്ങിപ്പോയി. എന്തെങ്കിലും കുലുമാൽ ഒപ്പിച്ചേ പറ്റൂ. റിലാക്സ് മാധവ, ഇനിയിപ്പോ നീ വേൾഡ് ഫേമസ് ആവാൻ പോവുകയല്ലേ? എങ്ങനെ ഗോപു? ഹൗ? പ്രിൻസിപ്പൽ സാർ ഇവിടെ നിന്ന് ഇവനെ അടിച്ച് പുറത്താക്കും. അപ്പൊ പിന്നെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചേക്കാം. മാധവ് റെസ്ട്രിക്റ്റഡ് ഫ്രം ഗോൾഡൻ ഹിൽസ് സ്കൂൾ.
നിനക്കൊരു കാര്യം അറിയാവോ? ആ പോസ്റ്റർ ആരാ വായിക്കുന്നെന്ന് അറിയാവോ? അതായത് ഞാൻ പറഞ്ഞു വന്നത് ആരായിരിക്കും വായിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ 1 മണിക്കൂർ സമയമുണ്ട് സെയിം ടു സെയിം സ്റ്റാച്ചു കണ്ടെത്താൻ. ഓക്കേ, ലങ്കൂരിന്റെ വായ്ക്കകത്തുനിന്ന് അങ്കൂർ എടുക്കുന്നത് ഈസിയാ. അത് വെച്ച് നമുക്ക് ജ്യൂസ് ഇടാനും പറ്റും. പക്ഷെ ഇത്ര വലിയ ലോകത്തില് അത്ര ചെറിയ സ്റ്റാച്ചു നമ്മൾ എങ്ങനെ തേടി കണ്ടുപിടിക്കും? വാവ്, ഗുഡ് ഐഡിയ ലക്കി, ഗുഡ് ഐഡിയ. ഇന്റർനെറ്റിൽ തേടിയാൽ എല്ലാം കിട്ടും. ഗുഡ് ഐഡിയ. യെസ്, ഇവിടെ ഉണ്ട്. പക്ഷേ ആന്റിക് ഷോപ്പ് 20 കിലോമീറ്റർ ദൂരത്തിലാണല്ലോ. നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാണ്. എങ്ങനെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും? വസൂലി ഭായ്. ദേ അങ്ങോട്ട് നോക്ക്, വസൂലി ബായിന്റെ 4-4 ഫ്ലൈയിങ് ബലൂൺ ക്ലബ്. ഏയ്, അവിടെ ഗോപാലും ലക്ഷ്മണനും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വസൂലി ഭായ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അത് നല്ലൊരു കാര്യമാ, എനിക്കെല്ലാം മനസ്സിലായി. വസൂലി ബായ്, ഹെൽപ്പ് വസൂലി ബായ്. തീർച്ചയായും ഇന്നത്തെ ദിവസം ഞാൻ ആർക്കും ഒരു ഹെൽപ്പും ചെയ്യില്ല. ഇതൊരു ബലൂൺ ക്ലബ്ബാണ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു പ്രശ്നവുമില്ല വസൂലി ബായ്. ആ സ്റ്റാച്ചു ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ സാർ സ്കൂളിൽ നിന്ന് ഞങ്ങൾ അടിച്ചോടിക്കുന്നതായിരിക്കും വസൂലി ബായ്. പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. എനിക്ക് എല്ലാം നഷ്ടപ്പെടും, എനിക്ക് ആരും ഇല്ലാതാകും. എല്ലാം നിങ്ങൾ കാരണം വസൂലി ബായ്. കരയണ്ട. ഈ ഗോൾഡൻ ഹിൽസിൽ വസൂലുമായി ഉള്ളത് വരെ നിങ്ങൾ സ്കൂളിൽ നിന്നും പുറത്താവില്ല, വീട്ടിൽ നിന്നും പുറത്താവില്ല. ഈ വസൂല് നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കും. വേഗം പറ, നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത്? വസൂലി ഭായ്, ഞങ്ങളും വരുന്നുണ്ട്. എന്തിനാ നീ എന്തിനാ കൂടെ വരുന്നത്? എടാ മാധവ, കം ഓൺ. ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കോ? കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാനല്ല ഞാൻ വരുന്നത്. വാ പോവാം. വസൂലി ഭായ്, അവിടെ നോക്ക്, എത്ര മനോഹരമായിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് പോ വസൂലി ഭായ്, ലെഫ്റ്റിലേക്ക്. വസൂലി ഭായ്, ഇവിടെ പോകണത് ഇങ്ങോട്ടോ? വസൂലി ഭായ്, വസൂലി ഭായ്, ഞാൻ പറയുന്നത് കേൾക്ക്. ലെഫ്റ്റ് സൈഡ്. വസൂലി ഭായ്, താഴെ. ദേ അവിടെ കണ്ടു, ആന്റിക് ഷോപ്പ്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. സ്റ്റാച്ചു കിട്ടിപ്പോയല്ലോ. ആദ്യം ഡ്രോൺസ്, ഇപ്പൊ വസൂലിയുടെ ഹോട്ട് എയർ ബലൂൺസ്. കിട്ടിപ്പോയി, എനിക്ക് പ്രൂഫ് കിട്ടിപ്പോയി. ബൈ 1 get 1 പ്രൂഫ്. ഇതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്കൂളിൽ നിന്ന് പുറത്താകും. ബൈ. എന്തിനാ ഗുഡ് ബൈ പറഞ്ഞത്? എന്തിനാ ബൈ പറഞ്ഞത്? സ്റ്റാച്ചു പൊട്ടിച്ചത് മാധവനല്ലേ, ഞാനല്ലല്ലോ. അതെ പപ്പി, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കൂ. ഒറ്റടിക്ക് നിങ്ങൾ എല്ലാവരും കുടുങ്ങി കിടക്കുകയാണ്. ഈ പ്രാവശ്യം പപ്പി നിങ്ങൾ ആരെയും വിട്ടുവെക്കുന്ന പ്രശ്നമേ ഇല്ല. ബൈ. നമ്മളെ ഒരു വഴിയാക്കാൻ വേണ്ടിട്ട് പപ്പി നമ്മുടെ ഡ്രോൺസ് തന്നെ യൂസ് ചെയ്തിരിക്കുക. മാച്ചിന് സ്കോർ പപ്പി 2 ബോയ് 0. അവനെ വിടരുത്. പക്ഷെ ഗെയിം ഇനി ബാക്കിയുണ്ടടാ എന്റെ കൂട്ടുകാരാ. കാരണം ഡ്രോൺസിന്റെ റിമോട്ട് ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉള്ളത്. നമ്മുടെ ജംബോ ജെറ്റ് ജിങ് ജാങ് ജറ്റാങ്. പിന്നെ നമ്മുടെ സൂപ്പർ സോണിക്, ടർബോട്ടോണിക്, ഫോട്ടോഫോണിക്, അറ്റോമിക്, ന്യൂഫോണിക്, സൈക്ലോണിക്, ഇലക്ട്രോണിക് എല്ലാം കൂടെ ഇപ്പൊ ഒന്നിച്ച് ജോലി ചെയ്യും. താഴേക്ക് ഇറക്കി വിടാ. താഴേക്കെന്നല്ലേ പറഞ്ഞത്, മേലോട്ടല്ലോ. എന്നെ താഴേക്ക് ഇറക്കി വിടാ. എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്റെ താഴേക്ക് ഇറക്കി വിട. വാ. വേണ്ട, മോളോട്ടല്ല, താഴോട്ട് ഇറക്കി വിടേ. അയ്യോ, എന്റെ പ്രൂഫ്. വേണ്ട. എന്നെ പുറകോട്ടല്ല, മുൻപോട്ട്.
നിർത്ത്. നിന്നല്ലോ. ഇത് നിന്നല്ലോ. ബാബാ, ഞാനിപ്പോ ഏത് ലോകത്താണ്? ചേടാ ബോയ്സ്, നിങ്ങൾ രണ്ടാളും ഓഫീസിനകത്ത് എങ്ങനെ കയറി? അത് പിന്നെ സാർ സാർ ഡസ്റ്റ്ബിൻ ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ് സാർ. അത് ഞാനും കാണുന്നുണ്ടല്ലോ. അല്ല സാറേ, അത് പിന്നെ ഞങ്ങള് ക്ലീനിങ്ങിന് വേണ്ടി ഇവിടെ നിന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ സാറേ. കൊള്ളാം, കലക്കി. പക്ഷേ ഈ ജോലിയൊക്കെ പപ്പിയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തിനു ചെയ്യണം? എവിടെയാ പപ്പി? സാറേ, അവൻ പാവ സാർ, അവനെ വിട്ടേക്ക്. എവിടെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, അവനെ വിട്ടേക്ക്. സാർ, ഈ പിള്ളേര് പറഞ്ഞതില്ല കള്ളമാണ് സാർ. ഈ പിള്ളേരൊക്കെ ചേർന്ന് ഡ്രോൺ പറത്തുകയാണ് സാർ. എന്നിട്ട് ഹോട്ട് എയർ ബലൂണിൽ ചെന്ന് പറക്കുകയായിരുന്നു സാർ. പിന്നെ എന്റെ ഡ്രോൺ, അല്ല ഞാൻ പറഞ്ഞു വന്നത്, ഡ്രോൺസും എന്റെ ഫോൺസും ചേർന്ന് ക്ലാഷ് ആയി പോയി സാർ. ക്ലാഷ്. പിന്നെ അവസാനമായി എന്റെ ചേടാ, എന്ത് പിച്ചും പേയുമാണാ നീ പറയുന്നത് പപ്പി? നീ അവിടെ കിടന്ന് ഉറങ്ങിയാണല്ലേ ഈ ബോയ്സിനെ കൊണ്ട് ജോലി എടുപ്പിക്കുകയും എന്നിട്ട് സ്വപ്നം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണ് നീ. ബാഡ് ബോയ് പപ്പി. നിങ്ങൾ പൊക്കോളൂ. താങ്ക് യു ബോയ്സ്, ഗുഡ് ജോബ്. താങ്ക് യു സാർ. അവിടെ നിൽക്ക്. ഇത് നിങ്ങൾ തന്നെ കൊണ്ടുപോക്കോ. ഇതിന് ഇവിടെ വേണ്ട. ഇത് കുറെ കാലമായി കളയാൻ വെച്ചിരുന്നതാ.